എല്ലാവർക്കും മിനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ മിനി. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പുട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചിക്കൻ ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കറിയൊന്നും കൂടാതെ തന്നെ നമുക്ക് ഈ പുട്ട് നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം ഒന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആദ്യമായിട്ട് പുട്ടുപൊടി. ഇത് വാങ്ങിക്കുന്ന പുട്ടുപൊടിയോ അല്ലെങ്കിൽ നമ്മൾ അരി വാങ്ങിച്ച് പൊടിപ്പിക്കുന്ന പുട്ടുപൊടിയോ എന്ത് വേണേലും ആകാം. തേങ്ങാപ്പീര, സവാള, 3 ഇടത്തരം സവാളയാണ് ഇത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളതാണിത്. പിന്നെ വേവിച്ച് എല്ല് ഇല്ലാതെ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ പീസാണിത്. വെളുത്തുള്ളി 5-6 പീസ് വെളുത്തുള്ളി മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടി, സവാള വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 സ്പൂണോളം മല്ലിപ്പൊടി, 1.5 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുട്ടുപൊടി ആദ്യമേ തന്നെ നമ്മളിവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വഴറ്റി ഇതിൻ്റെ മസാലയെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കുതിർന്ന് നന്നായി സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നനച്ച് വെക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല എല്ലാം ചേർത്ത് നമുക്ക് ഈ സവാള നന്നായി വഴറ്റിയെടുത്ത് ഈ ചിക്കൻ പൊടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ പുട്ട് തയ്യാറാക്കുന്നത്. ഈ ചിക്കൻ ഞാനിവിടെ മുളക് പൊടിയും ഉപ്പുപൊടിയും അല്പം കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് നന്നായിട്ട് വേവിച്ച് എല്ലില്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊടിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റി മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യമേ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റാനിടാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മുടെ സവാള മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തീ അല്പം താഴ്ത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇടുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് പോരായ്മ ശകലം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് പുട്ടുണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് പുട്ടുരുലേക്ക് ശകലം തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഇട്ട് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ട് ഈ മസാലയും പുട്ടിൻ്റെ മാവും ഇട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർത്ത പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ പുട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കറി കൂടാതെ തന്നെ കഴിക്കാൻ വേറെ കറി ഒന്നും വേണ്ട. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ചിക്കൻ പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.